ഉമ്മ എന്തിനാ കരയുന്നേ? നല്ലൊരു കാര്യത്തിലേക്ക് എത്തുമല്ലേ, വിഷമിക്കാതെ സന്തോഷത്തോടിരിക്കാം അമ്മ കേട്ടോ. ഇവരെല്ലാം കൂടെ ചേർന്ന് അമ്മയ്ക്കൊരു വീട് വെച്ച് തന്നില്ലേ, നീ എന്തിനാ വിഷമിക്കുന്ന അമ്മ? ആരും ഇല്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട, ഇവരെല്ലാം ഇല്ലേ. ഉമ്മായി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ലയോ, പിന്നെന്ത് വേണം? വേണ്ടേ, ഒരു നല്ല മനുഷ്യര് കുറേ പേരില്ലേ. ബന്ധവും സ്വന്തം ഒന്നും അല്ല അമ്മ വലുത്. ഇതേപോലെ സ്നേഹിക്കാൻ കുറേ മനുഷ്യരുണ്ടെങ്കിൽ പിന്നെന്ത് വേണം? സ്വന്തക്കാരൊന്നും നമുക്ക് ഒരിക്കലും ഉപകരിക്കത്തില്ല, അന്യവരാണ് നമ്മളെ എന്നും ചേർത്ത് പിടിക്കുന്നത്. പിന്നെന്താ വേണം അമ്മയ്ക്ക്? എനിക്ക് മക്കളെ നേരത്തെ എനിക്ക് ഇവരെല്ലാം ഇഷ്ടമാണ്. കയറി കിടക്കാൻ ഒരു വീടായില്ലയോ? ഒരു സന്തോഷമുള്ള നല്ലൊരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയത്. സ്ഥലം കൊല്ലം ജില്ലയിൽ പത്തനാപുരം കുന്നിക്കോടാണ്. കണ്ടില്ലേ, കുറേ നല്ല മനുഷ്യർ ചേർന്ന് ആരോരും ഇല്ലാത്ത ഒരു ഉമ്മയ്ക്ക് വീട് വെച്ച് കൊടുത്തു. അതായത് പഞ്ചായത്തിൻ്റെ ലൈഫിൽ നിന്ന് പൈസ കിട്ടിയിരുന്നു, പക്ഷേ ആ പൈസ ഒന്നിനും തികയത്തില്ലായിരുന്നു. ഈ വീട് കണ്ടാലറിയാം. അതെ, ഒരു വല്ലാത്ത വസ്തു മേടിക്കാൻ പോലും തികയത്തില്ലായിരുന്നു. അങ്ങനെ ഈ കുന്നിക്കോട് മുസ്ലിം ലീഗ് CH സെൻറ്റർ നേതൃത്വത്തിൽ ഇവരെല്ലാം കൂടെ കുറേ പൈസ കണ്ടെത്തി നമ്മുടെ ഉമ്മായിക്ക്, ഉമ്മയുടെ പേര് സവിയ എന്ന് പറഞ്ഞ ഈ ഉമ്മായിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല, സ്വന്തക്കാരായിട്ട് ആരുമില്ല. ഈ ഉമ്മായെ ഈ മനുഷ്യരെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് മനോഹരമായ ഒരു വീട് അവർ പണിത് കൊടുത്തിരിക്കുകയാണ്. കണ്ടില്ലേ, ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ദൈവം കാട്ടിക്കൊടുക്കും. അങ്ങനെ ദൈവത്തെ പോലെ വന്ന കുറേ നല്ല മനുഷ്യരാണ്. നമ്മൾ മിക്കവരും എടുത്താണ്ട് അയൽവാസികളൊക്കെ കട്ട സപ്പോർട്ടാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും എല്ലാം കൊടുക്കാനായിട്ട് കുറേ നല്ല മനുഷ്യർ അയൽവാസികളായിട്ടുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. CH സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൂട്ടായിട്ട് ഇത് ചെയ്തു കൊടുത്തതാണ്. ആരുമില്ലാത്ത, അവർക്ക് വേറെ ആരുമില്ല. അവരുടെ ഭർത്താവ്, ഇത് ആദ്യത്തെ കണ്ടീഷനിൽ ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4-5 മാസം മുമ്പ് ഇത് തുടങ്ങിയതിന് ശേഷം ആണ് ഇദ്ദേഹം മരിച്ചു പോയത്. അന്നും അദ്ദേഹം ചോദിക്കുമായിരുന്നു, അത് എനിക്കൊന്ന് കയറി കിടക്കാൻ ഒക്കുമോ ഇതിൽ. മരണം വരെയും ഞങ്ങൾ എല്ലാവരും കൂടെ കാണും നോക്കാൻ. നമ്മൾ സ്വന്തക്കാരൊന്നുമല്ല. നമ്മൾ സ്വന്തക്കാരല്ല, ഇപ്പം സ്വന്തക്കാരാവും അവർ താമസത്തിന് വരുമ്പോൾ. അതെ അതെ അതെ, എല്ലാത്തിനും. അല്ലേലും അങ്ങനെ നമുക്ക് ഈ രക്തബന്ധോ സ്വന്തക്കാരോ ഒന്നും ഒരിക്കലും കാണത്തില്ല. അന്യോരാണ് എന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ സ്വന്തം മക്കളുണ്ടായിട്ട് അനാഥാലയത്തിൽ കൊണ്ടു തള്ളുന്ന എത്രയോ കഥകളും സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പം മക്കളൊന്നും വേണ്ട, ഇതേപോലെ ചേർത്ത് പിടിക്കാൻ കുറേ നല്ല മനുഷ്യർ മതി കേട്ടോ. കരണ്ടും എല്ലാ സൗകര്യവും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം. ഇതാണ് ഉമ്മയുടെ വീടില്ലേ? ഉമ്മയുടെ വീട്, ഉമ്മയുടെ അടുക്കള.